വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ചിക്കൻ ഫ്രൈയുടെയും ചിക്കൻ കറിയുടെയും റെസിപ്പിയാണിത്. അതിനായി നന്നായി കഴുകിയ ശേഷം ചിക്കനിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും, ചുവന്ന മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, അല്പം ചിക്കൻ മസാല, കറിവേപ്പില, ചെറുനാരങ്ങ നീര്, ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇത് അരമണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം ചൂടായ എണ്ണയിലായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി വളരെ എളുപ്പത്തിൽ ചിക്കൻ കറി എങ്ങനെ വെക്കാമെന്ന് നോക്കാം. അതിനായി കഴുകി വൃത്തിയാക്കിയ എല്ലോട് കൂടിയുള്ള ചിക്കനിൽ അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, ചെറിയ ഒരു സവാള അരിഞ്ഞത്, ചെറിയ 2 തക്കാളി അരിഞ്ഞത്, ചെറുനാരങ്ങ നീര് ഇവയെല്ലാം ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം വെള്ളം ഒന്നും ചേർക്കാതെ കുക്കറിൽ വേവിച്ചെടുക്കാം. ചിക്കൻ വെന്തു കഴിഞ്ഞാൽ ചൂടുകട്ടിയുള്ള പാത്രത്തിൽ ആവശ്യമായ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, പെരുംജീരകം എന്നിവ ചേർത്തതിന് ശേഷം സവാള അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റുക. അതിനുശേഷം അതിലേക്ക് മല്ലിപ്പൊടി, അല്പം ഗരം മസാല, അല്പം കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചിക്കനിൽ വെള്ളം ഒട്ടും ചേർക്കാതെയാണ് വേവിച്ചതെങ്കിലും വെന്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. അതും കൂടി എല്ലാം കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ചിക്കൻ നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യമായ കറിവേപ്പിലയും കൂടി എരിവിനാവശ്യമായ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറന്നു പോകരുത്.